ഹായ്, വെൽക്കം ടു CC Plus. ഞാൻ അനന്ത്. എല്ലാവരും മാത്സിന്റെ കുറേ വീഡിയോസ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിനെ പറ്റി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് റോമൻ നമ്പേഴ്സ് കേട്ടോ. റോമൻ നമ്പേഴ്സ് എന്താണ് റോമൻ നമ്പേഴ്സ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്കതിനെ റോമൻ ന്യൂമറൽസിൽ നിന്ന് നമ്പേഴ്സിലേക്കും നമ്പേഴ്സിനെ റോമൻ ന്യൂമറൽസിലേക്കും എങ്ങനെ കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ മാറ്റി എഴുതാം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, റോമൻ ന്യൂമറൽസ് എന്ന് വെച്ചാൽ എന്താ? അത് എവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന? റോമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആണ് റോമൻ നമ്പേഴ്സ് കേട്ടോ. അവിടെ ഏൻഷ്യൻ റോമിലാണ് നമ്മൾ ഈ റോമൻ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എന്തൊക്കെ വെച്ചിട്ട് എഴുതുന്നതാ? ലാറ്റിൻ ആൽഫബറ്റ്സ് വെച്ചിട്ട്. ഇതൊന്നും ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെപ്പറേറ്റ് കാണാതെ പഠിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. റോമൻ നമ്പേഴ്സ് ഏൻഷ്യൻ റോമിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എന്ത് വെച്ചിട്ട് അവർ എഴുതിക്കൊണ്ടിരുന്നത്? ലാറ്റിനിലെ ആൽഫബറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് അവർ ഈ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെ? 1, 5, X, L, C, D, M ഇതൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു റോമൻ നമ്പറിൽസ് ആയി കൊടുത്തിരിക്കുന്നത് 1ന് നമ്മൾ എന്തെന്നാ കൊടുക്കുക? 1 എന്നല്ല, ഐ ഉള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കും. 5ന് നമ്മൾ 5 എന്ന് കൊടുക്കും. 10നെയാണ് നമ്മൾ X ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, 10 ആണ്. L എന്ന് പറയുന്നത് 15, C 100 ആണ്, D 500, M 1000. കണ്ടോ? അപ്പൊ ഇതെല്ലാവരും ഓർത്ത് വെക്കണം. ഇതെല്ലാവരും ബേസിക് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. 1ന് നമ്മൾ I, 5ന് V, 10ന് X, 50 L, 100ന് C, 500ന് D, 1000ന് M. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ബേസിക് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് റോമൻ ന്യൂമറൽസിൽ. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ 1 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു I എന്ന് പറയുന്ന ഒരാളെ നമുക്ക് എത്ര പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 ഇത് 1 ആണ്, 1. അപ്പൊ ഇനി 2 എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 2 എഴുതുമ്പോൾ ഈ 1നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇനി 3 എഴുതുമ്പോൾ ഈ 1നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു. 4 എഴുതുമ്പോഴോ ഈ 1നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് ഒന്നാമത്തെ റൂള്. ഈ ഒരു 1നെയൊക്കെ നമുക്ക് 3 ടൈംസ്, ത്രൈസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 പ്രാവശ്യം എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈ 1 എന്ന് പറഞ്ഞ ആളെ 3 പ്രാവശ്യമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് എന്ത് വരുന്നത്? എക്സും എത്ര പ്രാവശ്യം എഴുതാൻ പറ്റത്തുള്ളൂ? 10 ആയി. ഇങ്ങനെ എഴുതിയാൽ 20 ആണ്, ഇങ്ങനെ എഴുതിയാൽ 30 ആണ്. 4ന് എഴുതിയാൽ 40 ആവുമോ? ഇല്ല. അപ്പൊ ഇതും എന്തേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ? 3 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതേപോലെ വരുന്ന ഒരാളാണ് C. 100, 200, 300. ഇവരെയൊക്കെ എന്താ? നമുക്ക് 3 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതേ നോക്കിക്കേ. 1, 2ന് 2 എണ്ണം ഉണ്ട്. 3 വരുമ്പോൾ 3 ലൈൻ 4. ഇനി 4ന്റെ കാര്യത്തിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ? 4 എന്ന് പറയുന്നത് 5ൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ്. അപ്പൊ നോക്കിക്കേ, ഇതിനെ ലെഫ്റ്റ് സൈഡ് എന്നും ഇതിനെ ലെഫ്റ്റ് സൈഡും ഇതിനെ റൈറ്റ് സൈഡുമായിട്ട് എടുത്താൽ, ലെഫ്റ്റും റൈറ്റും ആയിട്ട് എടുത്താൽ, ലെഫ്റ്റിലാണ് 1 ഉള്ളത്. ഇതിലും ചെറിയ ആള് ലെഫ്റ്റിലെയാണ് അയാളെ ഇട്ടിരിക്കുന്നതെങ്കിൽ അവിടെ സബ്ട്രാക്ഷൻ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ എന്താ? ഈ 5ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. റൈറ്റിലാണ് 1 ഇട്ടിട്ടുള്ളതെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. അപ്പൊ 5ന്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. കണ്ടോ? ലെഫ്റ്റിൽ ഇട്ടാൽ മൈനസ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പൊ 5ൽ നിന്ന് 1 പോയാൽ 4. ഇവിടെ നോക്കിയേ, റൈറ്റിലാണ് ഒരെണ്ണം ഇട്ടിരിക്കുന്നതെങ്കിൽ 5ൽ നിന്ന് 1 കൂട്ടിയാൽ 6. ദേ ഇവിടെ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായി? 5, 2 വരെയുണ്ട്. അപ്പൊ 2, 5 + 2 7. അടുത്തതിൽ ഒന്ന് നോക്കി, 3 വരെയുണ്ട്. മനസ്സിലായി? 3 പ്രാവശ്യം നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ, ഇടാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോ 5 + 3 8. ഇവിടെ 10 ഉണ്ട്. അതിൻ്റെ ഇപ്പറയാണ് എന്തിട്ടിരിക്കുന്നത്? ഒരു ലൈൻ ഇട്ടിരിക്കുന്നത്. ലെഫ്റ്റിലാണ്, അതിലും ചെറിയ ആൾ. അപ്പൊ മൈനസാ. 10ൽ നിന്ന് 1 കുറച്ചാൽ എന്താ വരണ്ടേ? ഇതാണ് 10. നോക്കിക്കേ, ഇതാണ് 10. 10ൽ നിന്ന് 1 കുറച്ചാൽ എന്ത് വരും? 10 - 1 9. അപ്പൊ 9നെയാണ് നമ്മൾ എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതുക കേട്ടോ. 9നെയാണ് നമ്മൾ അങ്ങനെ എഴുതുക. ഇനി 10 വരുമ്പോൾ X, 11 വരുമ്പോൾ അതിൻ്റെ കൂടെ 1 കൂട്ടി,
20 വരുമ്പോഴോ 2x ഉണ്ട്, 3x. ഇനി ഇത് ഇവിടെ നോക്കിക്കേ, XL കണ്ടോ, ഇവിടെ നമുക്ക് ലെഫ്റ്റും റൈറ്റും അപ്ലൈ ചെയ്ത് നോക്കിക്കേ. 50 L എന്ന് പറഞ്ഞാൽ 50 നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അതിന്റെ ലെഫ്റ്റിലാണ് ഇട്ടിരിക്കുന്നെങ്കിൽ അവിടെ എന്താ വരേണ്ടത്? മൈനസ്. അപ്പൊ എന്ത് ചെയ്യണം? 50-ൽ നിന്ന് 10 കുറയ്ക്കണം. 1 അല്ല 10, x. അപ്പൊ നമുക്ക് 40 എന്ന് കിട്ടും. അതാണ് ഇവിടെ XL. അപ്പൊ 40-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? XL. അപ്പൊ ഡൗട്ട് വേണ്ട. 41 എന്ന് പറയുമ്പോഴോ XL1. 42 XL എഴുതി 2 എണ്ണം. 43 XL 3 പ്രാവശ്യം. ഇനി 44 എന്ന് പറയുമ്പോഴോ XL ആയി, ഇപ്പൊ 40 ആയി. 4 എങ്ങനെ എഴുതുന്നേന്ന് നോക്കിയേ. 4 എങ്ങനെ എഴുതുന്നേ? 5-ൽ നിന്ന് 1 കുറയ്ക്കുക, പുറകിലോട്ട് ഇടണം. അപ്പൊ 5-ൽ നിന്ന് 1 കുറയ്ക്കുക. 45 XL5. 46 XLV1. 40 ആയി, 5 ആയി, 1 6. 46. 47 വരുമ്പോഴോ 40, 46, 47. 48 വരുമ്പോ XL 3 എണ്ണം വരും. 49 വരുമ്പോ എങ്ങനെ എഴുതണം? 40 എഴുതി 9 നമ്മൾ എങ്ങനെ എഴുതിയേ? 10-ൽ നിന്ന് 1 കുറച്ച്. 10-ൽ നിന്ന് 1 കുറച്ച്. കണ്ടോ? 49. അപ്പൊ ഇതേപോലെ എല്ലാം നിങ്ങൾക്ക് എഴുതി ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോ 40-യുടെ മാത്രമാണ് 40 to 49 എഴുതി. നിങ്ങൾക്ക് എന്താ 22, 29, 30, 39 അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് എഴുതാം. നിങ്ങളുടെ ബുക്കിൽ എല്ലാം നിങ്ങളൊന്ന് എഴുതി വേ. അപ് ടു 100 വരെ മതി. അപ് ടു 100 വരെ നിങ്ങളൊന്ന് എഴുതി വേ. എല്ലാവരും എഴുതി വെക്കണം കേട്ടോ. എല്ലാവർക്കും ഉള്ള ഹോംവർക്കാണ്. അപ് ടു 100 വരെ എല്ലാവരും ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഇതാണ് വരുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത്? L 50 ആണ്. Lന്റെ കൂടെ 10 കൂട്ടാ നോക്കിയേ. Lന്റെ കൂടെ അപ്പുറം ഇട്ടിരിക്കുന്ന 10. അപ്പൊ നമുക്ക് 60 കിട്ടി. 70, 80. ഈ L ഒക്കെ നമുക്ക് ഇത് വലുതാന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ 1, 5, 10, 50, 100, 500, 1000 കാണാതെ പഠിച്ചു വെക്കണം. ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും അത് അത്രയും കാണാതെ പഠിച്ചു വെക്കണം. നോക്കിയേ 80, 90. 90-ന്റെ നോക്കിക്കേ XC ആയിട്ടിരിക്കുന്നത്. C എന്ന് പറഞ്ഞാൽ 100 ആണ്, ഇത് 10 ആണ്. അപ്പൊ ഇതിന് പുറകിലെന്ന് പറയുമ്പോൾ അവിടെ മൈനസ് ആ വരുന്നത്. അപ്പൊ 100-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 90. അപ്പൊ XC എന്ന് പറയുന്നത് 90 എന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ അതേപോലെ 100C, 200-ന് 2, 300-ന് 3C. 400 വന്നപ്പോഴോ 500-ൽ നിന്ന് C കുറച്ചു. 500-ൽ നിന്ന് C എന്ന് പറഞ്ഞാൽ 100 കുറച്ചപ്പോഴാണ് നമുക്ക് 400 കിട്ടിയത്. 500, 6, 7, 8, 900, 1000. നോക്കിയേ 1000-ന്റെ നോക്കിക്കേ 1000 M ആണ്. അപ്പോ CM എന്ന് പറഞ്ഞാൽ എന്താ? M ആയ 1000-ൽ നിന്ന് 100 കുറച്ചു. അപ്പൊ നമുക്ക് 900 കിട്ടി. ഇനി 1001 എന്ന് പറഞ്ഞാൽ എന്താ? 1001 M1, M2, 1002. അപ്പൊ 1003 എങ്ങനെ എഴുതും? M എഴുതുക 1, 2, 3. 1004 എങ്ങനെ എഴുതും? അപ്പോ 1004. M എഴുതിയാൽ 1000 ആണ്. ഇനി എന്നിട്ട് എന്ത് കൊടുത്താൽ മതി? 4 കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് എഴുതാനുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടെ നോക്കാം. നോക്കിയേ, അതിന് മുമ്പ് നമ്മുടെ ഈ പ്രാവശ്യത്തെ 2025 ബാച്ചിലെ മിടുക്കന്മാരും മിടുക്കികളുമാണ്. നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങി. ഇവര് നിങ്ങളെ പോലെ തന്നെ ഓരോ ടോപ്പിക്കുകളും സിലബസ് എടുത്ത് വെച്ച് കറക്റ്റ് ആയിട്ട് മാത്സിന്റെ ഒക്കെ എന്താ പറയാ തച്ചിന് കുത്തിയിരുന്ന ഹാർഡ് വർക്കോടെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. എല്ലാവരും അത്രമേ മിടുക്കന്മാരായിട്ട് തന്നെ പഠിച്ചെത്തിയതാണ്. ഓരോ പരീക്ഷകളും ഇവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മോക്ക് എക്സാമുകളും കൊടുക്കുന്ന എല്ലാ വർക്കുകളും നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട് എല്ലാ ദിവസവും ചെയ്യാൻ. അതെല്ലാം ഇവർ ചെയ്യണം. പറയുന്നത് ടീച്ചേഴ്സ് പറയുന്നത് പോലെയും പേരൻസ് പറയുന്നതും കേട്ട് പഠിച്ചെടുത്ത പിള്ളേരാണ്. ഇതിൽ കൂടുതൽ പഠിച്ചെടുത്ത പിള്ളേരുണ്ട്. പക്ഷെ നമുക്ക് സീറ്റുകൾ ആകെ 80 സീറ്റല്ലേ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളൂ. എത്ര ആൾക്കാരല്ലേ അവർക്ക് മാർക്ക് ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കിട്ടാതെ പോയ എത്ര കുട്ടികളുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ടോപ്പ് 80-ലേക്ക് എത്താൻ വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ നമ്പറിൽ ബോർഡ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ചെയ്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, XV തന്നിട്ടുള്ളത്. XV തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? X എന്ന് പറഞ്ഞാൽ 10 ആണ്.
അടുത്ത എക്സും 10, അടുത്തതും 10, ഇത് 5. അപ്പൊ ഇവരെല്ലാരെയും കൂടെ കൂട്ടി നമുക്ക് എന്താ കിട്ടുക? 10 10 20, 20 10 30, 30 10 35 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തേത് നോക്കിക്കേ, എൽ എക്സ് 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 വി 1 അപ്പൊ എൽ എന്ന് പറയുന്നത് എന്താ? എൽ ആരാണ്? 50 ആണ് അല്ലേ? ഇത് 50 ആണ്. എൽ 50 ആണ്. ഇത് 10, ഇത് 10, ഇത് 10, ഇത് 5, ഇത് 2. അപ്പോ 50 10 60 70 80 85 87 87 കണ്ടോ? 87 എന്ന് പറഞ്ഞു. 50 30 60 70 80 ആയി. 80 7 87. ഇനി എക്സ് സി 1, ഇത് ഐ അല്ല, 1 ഐ ആണ് കേട്ടോ, 1 അല്ല ഐ. ഐ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സി എന്ന് പറയുമ്പോൾ എന്താ? എക്സ് സി എന്താ പഠിച്ചത്? എക്സ് സി സി എന്തായിരുന്നു? 100, എക്സ് 10. അപ്പൊ എക്സ് സി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ചെയ്യണ്ടേ? 100ൽ നിന്ന് 10 കുറയ്ക്കണം. കാരണം ലെഫ്റ്റിലല്ലേ കിടക്കുന്നേ, കുറയ്ക്കണം. ഇവിടെ മൈനസാ. അപ്പൊ നോക്കിക്കുക, 100ൽ 10 പോയാൽ 90 ആണ്. അപ്പൊ ഓൾറെഡി നമുക്ക് ഇവിടെ എന്തുണ്ട്? 90 ഉണ്ട്. അടുത്തത് ദേ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഏതാ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9 ആണ്. അപ്പൊ 90 + 9 എന്ത് വരും? 99 എന്ന ആൻസർ വരും കേട്ടോ. 99 എന്ന ആൻസർ വരും. അടുത്തത് നോക്കിക്കേ, സി എൽ എക്സ് 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 1x. ഇതെങ്ങനെ നമുക്ക് ചെയ്യും? നമുക്കറിയാം എല് എന്താണ്? 50 ആണ്, സി 100 ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു 100 ഉണ്ട്. എൽ എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇവിടെ 10 10 10 10. അപ്പൊ ടോട്ടൽ അവിടെ 30 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു 9 ഉണ്ട് എക്സിന്റെ തൊട്ടിപ്പറയും. അപ്പൊ നോക്കിക്ക്, 150 60 70 80 89. അപ്പൊ 189 189. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? സി എൽ എക്സ് 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 1x എന്ന് പറഞ്ഞാൽ 189 കേട്ടോ. 189 ആണ് നമുക്ക് ആൻസർ വരിക. അടുത്തത് നോക്കിക്കേ, സി എക്സ് എൽ 1v. സി എക്സ്, സി എന്ന് പറഞ്ഞാൽ അത് 100 ആണ് അല്ലേ? എക്സ് എൽ എന്ന് പറഞ്ഞാലോ എല്ലിൽ നിന്ന് ഒന്ന് കുറച്ചതാണ്. അപ്പൊ അത് 40 ആയി. അടുത്തത് ഒരു 4 ആണ്. അപ്പൊ 144. കേട്ടോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ, സി എൽ എക്സ് 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 1. ഇവിടെ നോക്കിക്കേ, സി എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ആണ്. എൽ 50 ഉണ്ട്. ഇവിടെ 3 10കളാണുള്ളത്. 30 കൊടുത്തു. അവിടെ ഒരു 1 ഉണ്ട്. നമുക്ക് എന്തെന്ന് കിട്ടി? 181. ഇങ്ങനെയൊന്നും കൂട്ടി എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പറയണം. 100 50 60 70 80. ഇവിടെ എന്താ? ഓൾറെഡി ഇത് 80 ആണ്. അപ്പൊ 180 + 1 181. നമുക്ക് പറയാൻ പഠിക്കണം. നമ്മൾ ചെയ്ത് പഠിക്കണം. എങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ. അത്ര സ്പീഡിൽ പോകാൻ പറ്റത്തുള്ളൂ. സാറൊക്കെ ചെയ്യുന്ന മാതിരി സ്പീഡിൽ ചെയ്യണം. എങ്കിലേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വിത്തിൻ 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. 2 സെക്കൻഡ് അല്ല, 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാട്ട് ഈസ് ദ റോമൻ ന്യൂമറൽ ഫോർ 263? 263നെ എങ്ങനെ റോമൻ നമ്പറിലേക്ക് മാറ്റാം? അപ്പൊ നിങ്ങൾ 263 എന്ന് എഴുതുവാണോ ചെയ്യണ്ടേ? അല്ല, ഇങ്ങനെ നമ്പേഴ്സ് തന്നിട്ട് റോമനിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഉടനെ തന്നെ ഇവരെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. എക്സ്പാൻഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. 200 + 60 + 3 കണ്ടോ? എക്സ്പാൻഡ് ചെയ്ത് എഴുതി. എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി എന്നിട്ട് നോക്കുക, 200നെ നമ്മൾ എന്തെന്നാ കൊടുക്കുക? 100നെ സി. അപ്പൊ 200ഓ 2c. 60 ആണെങ്കിലോ 50 + 10. 50 എന്ന് പറയുന്നത് എല് + 10 60. 3 എന്ന് പറഞ്ഞാൽ 3 വര, 3i. അപ്പൊ നോക്കിക്കേ, സി സി എൽ എക്സ് 3 ലൈൻ വേണം. എൽ എക്സ് എക്സ് എൽ അല്ല കേട്ടോ, എല്ലിന്റെ പുറകില്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എൽ എന്ന് പറഞ്ഞാൽ 50. 50ൽ നിന്ന് 10 പോയാൽ എന്ത് വരും? 40 വരും. നമുക്ക് വേണ്ട 60 ആണ്. അപ്പൊ എൽ എക്സ്, എൽ 50 1 10 60. അപ്പൊ നമുക്ക് ഏത് ആൻസർ വരും? ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് വരും. സി സി എൽ എക്സ് 3 കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഹോംവർക്ക് ആയിട്ട് തരും. 10 ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്യണം. നോക്കിയേ, സി സി എക്സ് സി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സി എന്ന് പറഞ്ഞാൽ 100, 2c എന്ന് പറഞ്ഞാൽ അതെന്തായി? 200 ആയി. സി സി എന്ന് പറഞ്ഞാൽ 200. ഇനി എക്സ് 10 ആണ്, സി 100.
നോക്കി എക്സ് സി 100ൽ നിന്ന് 10 കുറച്ചാൽ 90. അപ്പൊ നമുക്ക് എന്ത് ആൻസർ വരും? 200ഉം 90യും കൂടെ കൂട്ടി എഴുതിയാൽ 290. ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും. ഇനി അടുത്തത് 9th one. വാട്ട് ഈസ് ദ റോമൻ ന്യൂമറൽ ഫോർ 215? 215ന്റെ റോമൻ ന്യൂമറൽ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 200 + 10 + 5 എഴുതി. 200ന് നമ്മൾ സി സി എന്ന് കൊടുത്തു, 10ന് നമ്മൾ എക്സ് കൊടുത്തു, 5ന് വി കൊടുത്തു. അപ്പൊ നോക്കിയേ സി സി എക്സ് വി. സി സി എക്സ് വി ഏതാ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. വാട്ട് ഈസ് ദ റോമൻ ന്യൂമറൽ ഫോർ 278? 278ന്റെ റോമൻ ന്യൂമറൽ ഏതാന്നുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ ലിമിറ്റഡ് സീറ്റ്സ് ആയിട്ടുള്ള ലോങ് ബാച്ചിലേക്ക് അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് 9496949929 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവർ പറയും. നമുക്കൊരു പേഴ്സണൽ മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. ഒരു മെന്റർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനായിട്ട്. അതോടൊപ്പം തന്നെ ഫാക്കൽറ്റീസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുക അവരോട്. ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി എക്സാം ഉണ്ട്, മന്ത്ലി എക്സാം ഒക്കെ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കാണാം, അതോടൊപ്പം ലൈവ് ക്ലാസ്സും കാണാം. ഇനി എങ്ങാരും ഈ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെയും റെക്കോർഡഡ് ക്ലാസ് നമുക്ക് എവിടെ അവൈലബിൾ ആണ്? ആപ്പിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഉടനെ തന്നെ വന്ന് ജോയിൻ ചെയ്യുക. ബാക്കി നമ്പർ സിസ്റ്റത്തിലെ വലിയ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കേണ്ട നമ്പർ 9496949929 വിളിച്ച് ഇപ്പം തന്നെ എൻക്വയറി എടുത്ത് അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരെയും ഞാൻ ലൈവ് ക്ലാസ്സിൽ പ്രതീക്ഷിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.